ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. മിറാജ് മൂവി കണ്ടു. ഗുഡ് സസ്പെൻസ് ത്രില്ലർ. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതിൽ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിന് സ്പോയിൽ ചെയ്തിരിക്കുക. സ്പോയിൽ ചെയ്ത് നിങ്ങളെ അഭിപ്രായം പടം കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം, പോസിറ്റീവ് ആയാലും പറയാം, നെഗറ്റീവ് ആയാലും പറയാം. പക്ഷെ ഇതിലത്തെ സസ്പെൻസോ ട്വിസ്റ്റോ ടേൺസോ ഒന്നും നിങ്ങൾ വെളിപ്പെടുത്തരുത്. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി കാണാൻ പോണവർക്ക് അതിന്റെ ഒരു എന്താ പറയുക സർപ്രൈസും അതിന്റെ ഇമ്പാക്റ്റും നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ ജെനുവിനായിട്ട് സ്പോയിലേഴ്സ് ഇല്ലാണ്ട് റിവ്യൂ പറയാം. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഈ റിവ്യൂലേക്ക് വരാം. ജിത്ത് ജോസഫ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഓഫ് ത്രില്ലർ ഡയറക്ടറാണ്. അതിനോട് ഏറെക്കുറെ നല്ല രീതിയിൽ നീതി പുലർത്തിയ ചിത്രം തന്നെയാണ് മിറാജ്. ബേസിക് ഒരു ത്രില്ലർ പടത്തിന് വേണ്ട എന്താ പറയാ സ്റ്റോറി പ്ലോട്ട് തന്നെയാണ് മിറാജിലുള്ളൂ. പക്ഷെ ജിത്തു ജോസഫിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് അതിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ പ്രൊമോഷൻസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മിറാജ് ആ പേര് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് എന്ത് പറയാ, എന്താ അതിനൊരു ഇത് പറയുകയാണെങ്കിൽ നമ്മള് ദൂരെ കാണുന്ന ഒരു പ്രശ്നം നമ്മൾ അടുത്തേക്ക് എത്തും തോറും ആ പ്രശ്നം മാറുന്നു, അല്ലെങ്കിൽ വീണ്ടും ദൂരേക്ക് വേറെ പ്രശ്നമായി കാണുന്നു. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിലെ ലീഡിങ് റോൾ ആയിട്ടുള്ള അപർണയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അതിലേക്ക് അന്വേഷിക്കാൻ ഹെൽപ്പിന് വരുന്ന ആളായിട്ടാണ് ആസിഫിൽ വരുന്നത്. അപ്പൊ അവരതിങ്ങനെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ആ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്ക് എത്തും തോറും പ്രശ്നം മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ട്വിസ്റ്റും സസ്പെൻസും ടേണൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ മേക്കിംഗ് അതിൽ പോരായ്മയ്ക്ക് തോന്നിയത് ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ചില VFX ഏരിയൊക്കെ വീക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഡീസെന്റ് ആണ്. മ്യൂസിക് അത്യാവശ്യം ആ ഒരു മൂഡിനോട് സിങ്ക് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹക്കീം മറ്റേ ഹന്ന അവരൊക്കെ സപ്പോർട്ടിങ് റോളായിട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിൽ മറ്റേ ചില ഈ ജിത്ത് ജോസഫിന്റെ പടത്തുള്ള പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നവര് അങ്ങനെ അത്രയും ഗംഭീരമെന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല. ഒക്കെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള അപർണയും ആസിഫിലും അവരുടെ ലീഡിങ് റോള് നല്ല രീതിയിൽ തന്നെ അവർ എനർജറ്റിക് ആയിട്ടും എന്താ പറയാ, പ്രത്യേകിച്ച് അപർണയ്ക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യാനുണ്ട്. അതൊക്കെ അവള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആസിഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുവരെ ചെയ്യാത്ത റോളൊന്നല്ല, പക്ഷെ ചെറിയ സാധനങ്ങളുണ്ട്, ചെറിയ എക്സ്പ്രഷൻസ്, ചെറിയ മാനറിസങ്ങളൊക്കെ ബോഡി ലാംഗ്വേജിലടക്കം ചെറിയ കാര്യങ്ങളും മൂപ്പര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇതില് ഈ സസ്പെൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫോറിൻ സസ്പെൻസ് ത്രില്ലറൊക്കെ കണ്ട ആളാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞത് പടം തുടങ്ങി ഒരു പകുതി ആകുമ്പോഴേക്കും ഉള്ള ക്ലൂസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ എൻഡിങ് എന്താകുമെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ഗസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഗസ് ചെയ്തിട്ട് കിട്ടുന്ന ടിസ്റ്റാണ് ശരിക്കും പടം കണ്ടു വരുമ്പോൾ സെയിം ആണ് വരുന്നെങ്കിൽ, അതിന് അടുത്തിട്ട് വരുന്നെങ്കിൽ അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നില്ല. പക്ഷെ ഇതിലെന്താണെന്നുവെച്ചെങ്കിൽ എന്റെ കുറെ പ്രഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. പ്രെഡിക്റ്റബിൾ ആയിട്ടില്ല എന്നല്ല, പക്ഷെ മെയിൻ സാധനങ്ങൾ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിന് മുമ്പ് വരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അത് എന്നെ ഇമ്പ്രസ് ചെയ്തു. അപ്പോ എന്താ പറയാ, നിങ്ങൾ കുറെ ഇതുപോലത്തെ ട്വിസ്റ്റ് എൻഡിങ് പടങ്ങള്, സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ജിത്ത് ജോസഫിന്റെ മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫെയർലി എൻഗേജ് ചെയ്യുന്ന കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള പടം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾ ജിത്ത് ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ, ജിത്ത് ജോസഫ് തന്നെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ജിത്ത് ജോസഫിന്റെ ഗ്രേറ്റസ്റ്റ് പടങ്ങൾ പലപ്പോഴും അങ്ങേർക്കൊരു പാരയാവാറുണ്ട്. കാരണം അതിനായിട്ട് കമ്പാരിസൺ വരും. ആ കമ്പാരിസൺ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതൊരു ഫ്രഷ് മൂവി ആയിട്ട് കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുള്ള നല്ല കുറെ, വീണ്ടും പറയുന്നു, ട്വിസ്റ്റ് ടേൺസ് ഉള്ള പടം തന്നെയാണ് മിറാജ്. സ്പോയിൽ ചെയ്യാതിരിക്കുക, തിയേറ്റർ പടം കാണുക, എൻജോയ് ചെയ്യുക, ജെന്യുവനായിട്ട് റിവ്യൂ പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.